വരൂ, ആഹാരം കഴിക്കാം. മനസ്സൊരു അലകടൽ പോലാണ്, ഒരിക്കലും ശാന്തമാകാത്ത കടൽ. എങ്ങനെ ഞാൻ ആഹാരം കഴിക്കും? എന്താ എന്താ കഴിക്കാത്തത്? ഞാൻ ജയിലിൽ പോയി അവനെ കണ്ടത് എനിക്ക് മറക്കാനാവുന്നില്ല രാജലക്ഷ്മി. ജയിലിൽ കിടക്കുന്ന ആ മീനാക്ഷിയുടെ അച്ഛനല്ലേ? അല്ലാതെ നിങ്ങളുടെ മോനൊന്നും അല്ലല്ലോ. കണ്ടവര് ജയിലിൽ കിടക്കുന്നതിന് നിങ്ങൾക്കെന്താ? വന്ന് കഴിക്കേ. നന്ദിനി, അമ്മേ. നീ എന്താ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഏയ്, ഒന്നുമില്ല. അമ്മയ്ക്കിപ്പോഴും എന്നോട് ദേഷ്യമാണോ? അതോർത്താണോ നീ വിഷമിക്കുന്നത്? എന്റെ മോളെ, നീ ഇത്രയ്ക്കങ്ങ് പാവമാവരുത്. നീ പാവമായതുകൊണ്ടാണല്ലോ ചിലര് വന്ന് കയറി നിന്റെ ജീവിതം തൊലച്ചു കളഞ്ഞത്. അല്ല, എന്ന് വെച്ച് നീ പിടിപ്പുകേടുള്ളവളാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഉണ്ടാവണം, അവനവന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഉണ്ടാവണം. മറ്റുള്ളവരുടെ നന്മയ്ക്കാണ് നീ നിന്റെ ജീവിതത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി നീ ചിലതൊക്കെ മറച്ചു വെക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് പലപ്പോഴും ദേഷ്യം തോന്നുന്നത്. എന്റെ ദേഷ്യം നിന്നോടുള്ള വാത്സല്യവും സ്നേഹവും കൊണ്ടാ. ഇവിടുത്തെ ദേഷ്യക്കാരൻ അച്ഛനാ, ഞാനല്ല. ജയിക്കാൻ അറിയാഞ്ഞിട്ടല്ല നീ ജീവിതത്തിൽ തോറ്റത്, അത് ചതിക്കാൻ അറിയാഞ്ഞിട്ടാ. ജീവിതത്തിൽ നീ തോറ്റുപോയെന്ന് പലരും പറയും. പക്ഷേ ഒരുപാട് പേരെ ജയിപ്പിക്കാൻ വേണ്ടി നീ തോറ്റു കൊടുക്കുന്നു. അതാ ശരി. അമ്മയ്ക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല മോളെ. പിണങ്ങിന്ന് കരുതി സന്തോഷിക്കാൻ തുടങ്ങിയപ്പോ ദേ ഇണങ്ങി. കുംഭമാസത്തിലെ നിലാവ് പോലെയായത്. കാറ് വരും, കറക്കും, കാറ് പെട്ടെന്ന് പോവും, വെളുക്കും. വിശ്വസിക്കാൻ പറ്റുന്നില്ല.